പെരിയയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാൻ താൽപര്യം അറിയിച്ചു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയാൽ പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലെന്ന് കാസർഗോഡ് ഡിസിസി. പെരിയ ഇരട്ടക്കൊലപാതകം കടുത്ത പ്രതിഷേധവും വിവാദവും ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജില്ലയിൽ എത്തിയത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ശിലാസ്ഥാപനം അടക്കമുള്ള പരിപാടികൾക്കായാണ് വരവ്. ഈ പരിപാടികൾക്ക് ശേഷം പെരിയയിൽ എത്താനാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, മുഖ്യമന്ത്രി ഇരട്ടക്കൊലപാതകം നടന്ന വീടുകൾ സന്ദർശിക്കാനുള്ള താൽപര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്ദർശനം നടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? രേണുക, മുഖ്യമന്ത്രി പ്രാദേശിക സിപിഎം നേതൃത്വമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു താല്പര്യം പ്രകടിപ്പിച്ചതായി അറിയിച്ചിട്ടുള്ളത്. ഡിസിസിയെ ആണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ജില്ലാ കോൺഗ്രസ് നേതൃത്വം അതിനെ സംബന്ധിച്ച് ആലോചനകൾ നടത്തി. ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, ഇത് ഈ പ്രാദേശിക നേതൃത്വം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് ഒരു ഉറപ്പ് നൽകാനാവില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ പോലീസും ഈ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലുന്നത് സംഘർഷ സാധ്യതകൾക്ക് വഴിവെച്ചേക്കുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛനും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കുന്നതിൽ എതിർപ്പില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി തീരുമാനം മുഖ്യമന്ത്രിക്കാണ്. എന്ത് നിലപാടെടുക്കണമെന്ന് അത് സംബന്ധിച്ചായിരിക്കും പോലീസും ജില്ലാ സിപിഎം നേതൃത്വവും പ്രവർത്തിക്കുക. ഇതോടൊപ്പം തന്നെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മനു, അതിൽ തന്നെ ഒരു കാര്യം, മുഖ്യമന്ത്രി ഈ 2 വീടുകളും സന്ദർശിക്കണമെന്നത് ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം KPCC പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടതാണ്. പല കോൺഗ്രസ് നേതാക്കളും അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിനൊരു സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കലുഷിതമായ കാസർഗോഡ് മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സന്ദർശനത്തിന് അങ്ങനെ വഴിയൊരുക്കാൻ സാധ്യതയില്ലേ പ്രവർത്തകരെ മനസ്സിലാക്കിക്കാൻ? ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് മുഖ്യമന്ത്രി വരണ്ട എന്നൊന്നും പറയാൻ കഴിയില്ല രേണുക. അല്ലെങ്കിൽ KPCC അധ്യക്ഷനും ഒക്കെ തന്നെ ഇത് മുഖ്യമന്ത്രി ഇത് സന്ദർശിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷെ അവർക്ക് മുന്നിലുള്ള ഒരു പ്രശ്നം, അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ ആ വൈകാരികമായ നിൽക്കുന്ന നിമിഷത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാനാകില്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ സംഘർഷ സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ റിപ്പോർട്ടുമുണ്ട്. ആരെയാണിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് അതിലൊരു DCC നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല, അവിടെ കൂടി നിൽക്കുന്ന ജനം കൂട്ടം എങ്ങനെ പ്രതികരിച്ചേക്കും എന്നതിലാണ് ഒരു ആശങ്ക. അതുമാത്രമാണ് DCC പങ്കുവെച്ചത്. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്ന സൂചനയും പോലീസിനുണ്ട്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുമെന്നത് വളരെ നിർണായകം. മനു, ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി വിമർശനം നേരിട്ടുള്ളതും ഒക്കെ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമൊക്കെ ഇതിനു മുൻപ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ സംഘർഷമുണ്ടായപ്പോൾ മാഹിയിലെ മരിച്ച CPM പ്രവർത്തകന്റെ വീട് സന്ദർശിക്കുകയും കണ്ണൂരിലെ BJP പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാതിരിക്കുകയും ചെയ്തു. ഏതാനും മീറ്ററുകൾ മാത്രമേ ആ വീടുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി തന്നെ അത്തരം ഒരു സന്നദ്ധതയെ അറിയിച്ചിട്ടും അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഈ ആഗ്രഹം, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണോ? മുഖ്യമന്ത്രി താല്പര്യം പ്രകടിപ്പിച്ചു എന്നതാണ് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹം അത്തരത്തിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാകണം അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം, ഇത് മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. കാരണം ഈ സംഘർഷം ഉണ്ടാകുമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ പ്രവർത്തകർ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയില്ല എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവിടെ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും പറയുന്നു. ഈ ഘട്ടത്തിൽ താല്പര്യത്തിനോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ പ്രശ്നത്തെ കാണുന്നത് എന്നതാണ് ഇതിൽ പ്രധാനം. ഈ താല്പര്യം അല്ലെങ്കിൽ ജനങ്ങൾ ഇത്തരത്തിൽ പ്രതിരോധിച്ചാൽ അദ്ദേഹത്തിന് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ അദ്ദേഹം തീരുമാനിക്കും. ഈ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഈ വിഷയങ്ങളെ സമീപിച്ച രീതിയിലല്ല CPM ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത്. അത് മനസ്സിലാക്കിയുള്ള പ്രവർത്തനമാണ്, സമീപനമാണ്. ആ മാറ്റം മാധ്യമങ്ങൾ കൂടി അംഗീകരിക്കണം എന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്.
മുഖ്യമന്ത്രി ഇന്ന് ഈ വീടുകൾ സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് തന്നെ ആ പ്രകടമായ ഒരു മാറ്റമായി നമ്മൾ കാണേണ്ടതുണ്ട്. രേണുക, ഇത് പ്രകടമായ ഒരു മാറ്റമാണോ എന്നതിനപ്പുറത്ത് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ രീതിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, രണ്ട് മേഖലകളിൽ നിന്നായുള്ള CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ജാഥ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി കേരളം കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പ്രതിരോധത്തിലാകുന്നത് CPM ആണ്. ആ ഘട്ടം ഒഴിവാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. രാഷ്ട്രീയപരമായ കൊലപാതകങ്ങൾക്കെതിരെ CPM-ന്റെ ഭാഗത്ത് പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടായി എന്നതായി ആർക്കും കണക്കാക്കാനാകില്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ CPI കൂടി CPM-നെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുമ്പോൾ മറ്റെന്താണ് ഒരു മാർഗം എന്നത് സ്വാഭാവികമായും CPM രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആലോചിക്കും. അതിന്റെ ഒരു ഭാഗമായി കൂടി വേണം ഇതിനെ കാണാൻ. കൊലപാതക രാഷ്ട്രീയങ്ങൾ അവസാനിച്ചു എന്നതുകൊണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർശനം ആണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം. പക്ഷെ ഏതായാലും മുഖ്യമന്ത്രി ഈ വീടുകൾ സന്ദർശിക്കുകയാണെങ്കിൽ അത് കൊലപാതക രാഷ്ട്രീയത്തിന് തടയിടാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമമായി തന്നെ വേണമെങ്കിൽ CPM നേതൃത്വം. ഇന്നലെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. സർക്കാരിന്റെ പ്രതിനിധിയായി തന്നെയാണ് അദ്ദേഹം എത്തിയത്. യാതൊരു പ്രതിഷേധവും അവിടെ നമ്മൾ കണ്ടില്ല. അദ്ദേഹം രണ്ട് വീടുകളും സന്ദർശിച്ചു. അതൊരു നല്ല സന്ദേശം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇന്ന് സന്ദർശിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? ഇന്നലെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല. മാത്രവുമല്ല, ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ 1 കിലോമീറ്റർ അകലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ശക്തമായ സുരക്ഷയൊരുക്കിയാണ് മറ്റു പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ സന്ദർശനം സാധ്യമാകും എന്നല്ലേ? രേണുക, മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇത്തരത്തിൽ വൈകാരികമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതേപോലെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നീങ്ങുന്നത് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നത് വ്യക്തമാണ്. ഈ ഒരു ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയെ തടയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ സംഘർഷമുണ്ടാകും എന്ന ഒരു സൂചന ലഭിച്ചാൽ അവിടെ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കി അത് മുഖ്യമന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ആ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇതുവരെ എല്ലാ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിൽ ഇതുപോലെ ഈ UDF-ന്റെ മുഖ്യമന്ത്രിയായാലും LDF-ന്റെ മുഖ്യമന്ത്രിയായാലും പ്രതിഷേധങ്ങൾ തീർച്ചയായും അത് കരുതി വിചാരിച്ചാൽ അത് സാധ്യവുമാണ്. പക്ഷേ ഇവിടെ DCCയുടെ നിലപാട് എന്താണ്? ഈ മനു തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയമാണ് എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അവിടെ എത്താതെ പോകുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയം സജീവമാക്കി നിർത്തുന്നതിനും അവർക്ക് അനുകൂലമാക്കി നിർത്തുന്നതിനും ഒക്കെ അനുയോജ്യമായ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ DCC മുഖ്യമന്ത്രി എത്തേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. DCC സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കരുത് എന്നൊരു പ്രസ്താവന നൽകാൻ DCCക്കാവില്ല. DCC ആകെ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സന്ദർശിച്ചാൽ പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കില്ല എന്നത് മാത്രമാണ് അവരുടെ നിലപാട്. ആ തരത്തിലായിരിക്കും അത്തരത്തിൽ മാത്രമേ DCCക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൽ മുഖ്യമന്ത്രി സന്ദർശിക്കണോ വേണ്ടയോ എന്നൊരു നിലപാട് അറിയിക്കാൻ അവർക്ക് കഴിയില്ല. സമവായ ചർച്ചകൾക്ക് ആണ് ജില്ലാ നേതൃത്വം ബന്ധപ്പെടുന്നതെങ്കിൽ അതിന് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് DCCക്കുള്ളത്. കാരണം ഇത് മറക്കാനോ പൊറുക്കാനോ കഴിയുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ അവർ തയ്യാറല്ല. മാത്രവുമല്ല, CBI അന്വേഷണം വേണമെന്ന തരത്തിൽ ശക്തമായ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഈ നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായ ഒരു സമവായത്തിന് എങ്ങനെ കോൺഗ്രസിന് ഇത്തരത്തിൽ തീരുമാനിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഈ നിലവിലെ അന്വേഷണം മാറ്റി ഇത് CBI ഏൽപ്പിക്കണം. കൊട്ടേഷൻ സംഘം ഇതിലുണ്ട്. ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ഉന്നതരുണ്ട്. ഈ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും അങ്ങനെ വിഷയം സജീവമാക്കി നിർത്താൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. മനു, ഇവിടെ CPM വലിയ പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ. അത് കാസർഗോഡ് മാത്രമല്ല, സംസ്ഥാനത്താകെ തന്നെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന നിലയിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പോലും മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചും അവർ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട് അത് മാറ്റത്തിന്റെ സൂചനയാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് ഈ ഒരു സന്ദർശനത്തിലൂടെ ഒരു പരിധിവരെ കഴിയും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു മറയിടാനെങ്കിലും കഴിയുമെന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും
DCCയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ വലിയൊരു എതിർപ്പ് ഉണ്ടായാൽ അതിനെ മറികടന്ന് അവിടെ ഒരു സന്ദർശനം എന്നത് മുഖ്യമന്ത്രി വിചാരിക്കുമോ? മനു, ഒരു പിടിവാശിയിലേക്കൊന്നും പോകില്ല. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ DCC പോലും ഒരു ഉറപ്പ് നൽകാത്ത ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അതിൽ നിന്ന് പിന്മാറാനാണോ സാധ്യത? മനുവിലേക്ക് വരാം. എന്തായാലും കാസർഗോഡ് ഇരട്ട കൊലപാതകം നടന്ന വീടുകൾ, മരിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A. സജീവൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ A. സജീവൻ, മുഖ്യമന്ത്രി കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാൻ താൽപര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല എന്ന് കാസർഗോഡ് DCCയും പ്രതികരിച്ചിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? മുഖ്യമന്ത്രി അവിടം സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നത് ഒരു മാറ്റത്തിന്റെ സൂചനയായി താങ്കൾ കാണുന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ മരിച്ച രണ്ടുപേരും കൃപേഷിന്റെയും ശരത്തിന്റെയും വീട് സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് ഉത്തമനായ ഒരു ഭരണാധികാരിയുടെ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ശരിയായിട്ട് വേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ചുള്ള പ്രതികരണത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു ഭരണാധികാരി, യഥാർത്ഥ ഭരണാധികാരി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. അതായത് പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM-ന് ബന്ധമില്ല എന്ന് പറയുകയും പാർട്ടി അറിവോട് കൂടിയിട്ടുള്ളത് ചെയ്തു എന്ന് പറയുകയും വ്യക്തികളുടെ വിരോധമാണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തങ്ങൾ പറയുന്ന കാര്യം യഥാർത്ഥമാണ്, തങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നടപടി അത്യാവശ്യമായിരുന്നു. ആ വീട് സന്ദർശിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. മഹനീയം എന്ന വാക്ക് പോലും വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അതുണ്ടാക്കുന്ന ഒരു മാതൃക, ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി ഇത് എത്ര കൃത്യമായിട്ട് തങ്ങൾ പറയുക മാത്രമല്ല, ഞങ്ങൾ ഇതിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഇതൊരു ക്രിമിനൽ കുറ്റമായി തന്നെ കാണുന്നു, അത് ഏത് പാർട്ടിക്കാരനായാലും നടപടിയെടുക്കും എന്നൊക്കെ ഉള്ള ഈ പ്രഖ്യാപനത്തിൽ ഇത് കൃത്യമായ നിലപാടുമായിട്ട് ഞങ്ങൾ അവിടെ പോകുന്നു എന്ന് കാണിക്കുന്നത് വളരെ നല്ലതാണ്. അതിനെ ചെറുക്കുന്ന രൂപത്തിലുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായാൽ പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പ്രവർത്തകരെ നിയന്ത്രിച്ച് നിർത്തേണ്ട ചുമതല കോൺഗ്രസുകാർക്കാണ്. അപ്പൊ വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം അനുശോചനം അറിയിക്കുക, വെല്ലുവിളിക്കാനല്ല അവിടേക്ക് പോകുന്നത്, അനുശോചനം അറിയിക്കാനാണ് പോകുന്നത്. തനിക്കോ തന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ ഇതിന്റെ ഒരു തരത്തിലുള്ള താല്പര്യവും ഈ പങ്കാളിത്തവുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പോകുമ്പോൾ അത് എത്രമാത്രം അത് ആത്മാർത്ഥതയുള്ളതാണോ ഇല്ലയോ സംശയിക്കാനുള്ള സാധ്യത കോൺഗ്രസുകാർക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനെ ചെറുക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള പരിപാടിയായിട്ട്, കാരണം CPM കൊലയാളികളുടെ പാർട്ടിയാണ് എന്നിപ്പോൾ കുറച്ചു ദിവസമായിട്ട് കോൺഗ്രസുകാർ പറയുന്ന അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പരിപാടിയാണ്. സത്യത്തിൽ ഇങ്ങനൊരു കാര്യം മാതൃകാപരമായിട്ടുള്ള ഈ കാര്യം ചെയ്യുന്നതിനെ ഒരു തരത്തിലും തടയാൻ പാടില്ല. ശ്രീ A. സജീവൻ, ഇതിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ CPM പ്രതിരോധത്തിലാകുന്നത് ഇതാദ്യമല്ല. നേരത്തെയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ CPM പ്രവർത്തകനും BJP പ്രവർത്തകനും മരിച്ചിട്ട് കണ്ണൂരിൽ BJP പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാതെ മുഖ്യമന്ത്രി മാഹിയിൽ CPM പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചത് വലിയ വിവാദമായിരുന്നു. അദ്ദേഹം ഒരു CPM സംസ്ഥാന സെക്രട്ടറിയായി മാറി മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിച്ചില്ല എന്ന രീതിയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറിയ ഒരു നിലപാട് മുഖ്യമന്ത്രി ഇവിടെ സ്വീകരിക്കുന്നത് ആത്മാർത്ഥമായി ഉള്ള ഒരു നിലപാടായിട്ടാണോ അതോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിട്ടാണോ താങ്കൾ കാണുന്നത്? ഇതിനെ വേണമെങ്കിൽ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനമുണ്ടല്ലോ, സംഭവം ഉണ്ടാവുന്നു, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി കോടിയേരിയും ഒരുമിച്ചിരുന്ന് ദീർഘനേരം സംസാരിക്കുന്നു KG സെന്ററിൽ വെച്ചിട്ട്. അതിനുശേഷം ആണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ പ്രഖ്യാപനം വരുന്നത്. അതൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 2019 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിലൊരു പ്രതിരോധം സൃഷ്ടിക്കാനുള്ള മാർഗമാണെന്ന് പറയാം. അത് പക്ഷെ നമുക്ക് അങ്ങനെ പറയുന്നതിന് തെളിവൊന്നുമില്ല. അത് അങ്ങനെ ആരോപണത്തിനുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് തന്നെ
ഇങ്ങനെ ഒരു ആത്മാർത്ഥമായി ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ പാർട്ടി തലവേദന ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറല്ല, ഭരണകൂടം തയ്യാറല്ല എന്ന നിലപാടും ആവാം. ഇത് രണ്ടിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുക, രണ്ടുമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ശരി, പക്ഷേ ഒരാൾ ഒരു മുഖ്യമന്ത്രി ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. വളരെ നന്ദി ശ്രീ എ സജീവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, ശ്രീ എ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ DCC ഇതിൽ മറിച്ചൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അവർ വിമർശനം നേരിടേണ്ടി വരും എന്നത് വസ്തുതയാണ്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഉള്ള ഉത്തരവാദിത്തം DCCക്ക് ഉണ്ട് താനും. അവർ തന്നെ അത്തരമൊരു പരസ്യമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു നിലപാടെടുക്കുന്നത് വിമർശനങ്ങൾക്ക് വിധേയമാകും. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ പോകണം എന്നത് ഒരു വാശിയായോ അല്ലെങ്കിൽ ഒരു അവിടെ പോയേ പറ്റുള്ളൂ എന്നൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുമോ? രേണുക, ഇതിൽ അത്തരത്തിൽ DCC ഒരു കുറ്റപ്പെടുത്തൽ വന്നാൽ തന്നെ അത് പ്രതിരോധിക്കാൻ DCCക്ക് എളുപ്പത്തിൽ ആകും. കാരണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത്. അപ്പോൾ സമാനമായ ഒരു സാഹചര്യമല്ല DCCയിൽ ഉണ്ടായത്. ആ വൈകാരിക വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകും എന്ന് മാത്രമേ DCC പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാൻ വളരെ എളുപ്പത്തിൽ DCCക്ക് കഴിയും. മാത്രവുമല്ല, ഈ കൊലപാതകം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ ആളുകൾ വൈകാരികമായി പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആ നാട്ടിലെ സ്ത്രീകളോ മറ്റോ വൈകാരികമായി പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അത് വിജയിച്ചില്ല, ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ഒരു നേട്ടമായി മാത്രമേ അവർക്കത് ഉയർത്തി കാണിക്കാൻ കഴിയൂ. കാരണം അത്ര ദാരുണകരമായുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. മനുഷ്യരെ ഇറച്ചി വെട്ടുന്നത് പോലെ 15 ആഴത്തിലുള്ള മുറിവുകൾ. നമുക്ക് പ്രത്യേകിച്ച് ഈ ശരത്ലാലിന്റെ മൃതദേഹം കണ്ട ആളുകൾക്ക് അത് അത്ര വൈകാരികമായ ഒരു സംഭവം കൂടിയാണത്. കാരണം അത്ര ഭീകരമായി തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നത്. കൃപേഷിന്റെ തല വെട്ടിപ്പൊളിച്ച് അതിനകത്തുനിന്ന് തലച്ചോറ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ അതിൽ വൈകാരികമായ എന്തെങ്കിലും പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ അതിനെ ന്യായീകരിക്കാനുള്ള നിലപാട് മാത്രമായിരിക്കും DCC എടുക്കുക എന്നതാണ് അതിന് നിലപാട്. മനോഹരമാണ് വിവരങ്ങൾ നൽകിയത്.